സ്കൂളൊക്കെ തുറന്നതല്ലേ, പെട്ടെന്ന് കുട്ടികൾക്ക് ഒരു കറിയൊക്കെ ഉണ്ടാക്കി രാവിലെ കൊടുത്തയക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു പനീർ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ്. കുറച്ച് പനീർ ഉണ്ടായിരുന്നു, അതിന് ഞാനൊന്ന് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഫ്രൈ ചെയ്തെടുത്ത എണ്ണയിൽ തന്നെ അല്പം കടുകും ഒരു മുളകും ഒരല്പം ഗ്രാമ്പൂ, പട്ട, ഒരു കുരുമുളക് എല്ലാം കൂടെ ഇട്ടിട്ട് കടുക് ഒന്ന് വറുത്തെടുക്കട്ടെ. എന്നിട്ടൊരു കുഞ്ഞ് സവാള ചോപ്പ് ചെയ്ത് വെച്ചിരുന്നേ, അതിന് ഞാൻ ഇതിലോട്ടൊന്ന് തട്ടി ഒന്ന് ഫ്രൈ ആക്കി എടുക്കട്ടെ. ഒരല്പം ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് ബ്രൗൺ നിറമാവുന്നത് വരെ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാവേ. ഇപ്പോൾ ഏകദേശം ബ്രൗൺ നിറമാവാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ കുറച്ച് ഒക്കെ കൂടെ ചേർക്കാം. കൂട്ട് വേറൊന്നുമില്ല, മുളക് പൊടി ചേർക്കുന്നില്ല. ഒരല്പം കുരുമുളക് പൊടി, ഒരല്പം മഞ്ഞൾപ്പൊടി, ഒരല്പം മല്ലിപ്പൊടി, ഇത്രയും ചേർത്തിട്ട് ഞാനിതൊന്ന് പച്ചനിറം മാറുന്നത് വരെ നമുക്ക് ആ കൂട്ടൊന്ന് മാറ്റണമേ. പച്ചനിറം മാറുന്നത് വരെ, പച്ച ചുവ മാറുന്നത് വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണേ. കൂട്ടെല്ലാം ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് പച്ച ചുവ മാറുന്നത് വരെ, ആ സമയം കൊണ്ട് നമുക്കൊരു അരമുറി തക്കാളി ഒന്ന് അടിച്ച് പേസ്റ്റാക്കി എടുക്കാവേ. ഒരു തക്കാളിയൊക്കെ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതും കൂടെ നമുക്ക് ഇതിലോട്ടൊന്ന് ഒഴിക്കാവേ. ഇതിൻ്റെ പച്ച ചുവ കൂടെ ഒന്ന് മാറിക്കിട്ടട്ടെ. അതുവരെ ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ഇളക്കിയെടുക്കാവേ. ഇതൊക്കെ നല്ല തിക്കായി വരുന്നുണ്ട്. ആ സമയം ഒരു 2 നട്ട്സും പിന്നെ ഒരു 2 കപ്പലണ്ടിയും കൂടെ അടിച്ചിട്ട് ഞാൻ ഒരു പാൽ ആക്കി എടുത്തിട്ടുണ്ട്. ഏതാണ്ടോ ഇത് ഒന്ന് തിക്നെസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. കുട്ടികൾക്ക് നല്ലതുമാണ്. നട്ട്സും പീനട്ടും ഒക്കെ നല്ലതായതുകൊണ്ട് ഇതിൻ്റെ ഒരു ചെറിയ കുറച്ചിട്ട് കുതിർത്തെടുത്തിട്ട് ഒന്ന് പാലെടുത്തിട്ടുണ്ട്. അതുകൂടെ ഒന്ന് അതിലോട്ടൊന്ന് ഒഴിക്കട്ടെ. പാലൊക്കെ ഒഴിച്ച് ഇതാണ്ടോ ഗ്രേവിയൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് വറ്റി വരട്ടെ. പെട്ടെന്ന് സ്കൂളിൽ പോകാനായിട്ട് പെട്ടെന്ന് റെഡിയാക്കി എടുത്തതാണ്. കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനവുമാണിത്, അതുകൊണ്ടാണ്. ഇതൊക്കെ നല്ല തിളച്ച് വരുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന ആ പനീർ കൂടെ ഇതിലോട്ടൊന്ന് ഇടുവാണേ. കുറച്ച് പനീർ ഉണ്ടായിരുന്നുള്ളൂ, എന്നാലും ഒരു കറിക്കുള്ള ഒരു കുട്ടിക്ക് ചോറ് കൊടുത്ത് അയക്കാനുള്ള സംഭവങ്ങളെല്ലാം ഇതിലുണ്ട്. അടിപൊളിയായിട്ടിത് വറ്റി വരുന്നുണ്ട്. ഇതാണ്ടോ. അപ്പോൾ ഈ സ്കൂൾ തുറന്ന സമയത്ത് പെട്ടെന്നൊക്കെ നമുക്ക് ഒരു കറി ചപ്പാത്തിയിലൂടെ പൂരിയുടെ കൂടെ, ഞാനിന്ന് പൂരിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, അപ്പോൾ പൂരിയും ഈ കറിയും കൂടെയാണ് കൊടുത്തയക്കാൻ പോകുന്നത്. അപ്പോൾ ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് 2 പനീർ ഉണ്ടെങ്കിൽ, കുറച്ച് പനീർ ഉണ്ടെങ്കിൽ നമുക്കൊരു അടിപൊളി കറി ആക്കാവുന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, ബൈ.